വിഷു വിഷു കേരളത്തിലെ വിഷു എന്ന് പറയുന്നത് മതവുമായിട്ട് നമുക്ക് കൂട്ടി അധികം കെട്ടാത്ത രണ്ട് ഉത്സവങ്ങളാണ് ഓണം വിഷു. ഓണം വിഷു മലയാളികളുടെ ഉത്സവം. ബാക്കിയെല്ലാം നമുക്ക് ബാക്കി മതങ്ങളുമായിട്ടൊക്കെ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റും. ഇത് രണ്ടും നമ്മുടെ കാർഷികോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങളാണ്. ശരിക്കും വർഷ ആരംഭവും കൊയ്ത്തുത്സവവും ആണ്. അതായത് വിത്തുത്സവം കൊയ്ത്തുത്സവം എന്ന് പറയുന്നത്. അപ്പൊ വിഷു എന്ന് പറയുന്നത് മേടം 1-ന് ആരംഭിക്കണം. വിഷു എന്ന് പറയുന്ന വാക്ക് തന്നെ വന്നത് വിഷുവം, ഇംഗ്ലീഷ് പറയുന്നത് ഇക്വിനോക്സ്. തുല്യമായി രാത്രിയും പകലും വരുന്ന ദിവസങ്ങളിലെ ആ ദിവസത്തെയാണ് ഇക്വിനോക്സ് അല്ലെങ്കിൽ വിഷുവം എന്ന് പറയുന്നത്. അതിൽ പിന്നെ ഈ മേടം 1-നാണ് ആ വിഷു വന്നിട്ടുള്ളത്. അതിന്റെ ചുരുക്കമായിട്ടാണ് വിഷു എന്ന് പറയുന്നത്. വിഷു ശരിക്ക് വർഷാരംഭമാണ്. വർഷം എന്ന് പറയുന്നത് കൊല്ലം എന്നുള്ള അർത്ഥമല്ല, മഴയായിട്ട് ബന്ധപ്പെട്ടത്. അപ്പം മഴ തുടങ്ങുന്നു. അപ്പം വിത്ത് ഇടാനുള്ള അടുത്ത പ്രാവശ്യത്തെ കാർഷിക തുടക്കം കുറിക്കുന്നതാണ് ഇത് വിഷു. ഈ വിഷുവിനാണ് പിന്നെ അപ്പം ചോദിക്കും, വിഷുവിന് ഇതെല്ലാം വെക്കുന്നില്ലേ? ഉണ്ട്. നേരത്തെ ഇപ്പം മേടമാസത്തില് വിളവെടുക്കുന്ന സാധനങ്ങളെല്ലാം കണി വെച്ചിട്ട് ഇതെല്ലാം കണി കൊണ്ടിരുന്നത്. ഇതിലും സമൃദ്ധമായ ഒരു അടുത്ത വർഷത്തേക്കുള്ള ഒരു കാർഷിക നേട്ടം മേന്മ തരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഇത് വെക്കുന്നത്. അതിൽ കൃഷ്ണാരാധനയൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ അസുര വധത്തിന്റെ ശേഷമുള്ള ഒരു ഇതായിട്ട്. പക്ഷെ അതൊന്നും കാര്യമായിട്ടില്ല. കൃഷ്ണനെ അത് ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് അങ്ങനെ നിർത്തുന്നതേ ഉള്ളൂ. അതിനകത്ത് വലിയ മതപരമായിട്ടുള്ള ഒരു സാധനമൊന്നുമില്ല. ഇതേപോലെ ഇത് വിത്തുത്സവമാണെങ്കിൽ ഓണം എന്ന് പറയുന്നത് കൊയ്ത്തുത്സവമാണ്. ഇതെല്ലാം ഓണത്തിന് പറഞ്ഞാൽ മതി. എന്നാൽ ഈ രണ്ട് ഉത്സവങ്ങളും നമുക്ക് മലയാളികളുടേതായ ഉത്സവം. ഇത് രണ്ടും ആഘോഷിക്കുന്ന തെക്കനും വടക്കനും. മലയാളികളുടെ ഈ മലയാളികൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ ഉണ്ടായിട്ട് നമ്മൾ അധികം വർഷമൊന്നും ആയിട്ടില്ല. മുമ്പ് നമ്മുടെ മലബാറികൾ, ഇപ്പം ഉള്ള മലബാർ ദേശക്കാര്, പിന്നെ കൊച്ചി ദേശക്കാര്, തിരുവനന്തപുരം, ഈ 3 രാജ്യങ്ങൾ കൂട്ടിയിട്ട് മലയാളികളായിട്ട് വരുന്ന എപ്പോഴാണ്? ഈ അടുത്ത കാലത്താണ്. കേരളപ്പിറവിക്ക് ശേഷമാണ് കേരളവും മലയാളികളും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത് വന്നത്. അതുകൊണ്ട് ഈ പിന്നെ പരശുരാമൻ മഴ പറഞ്ഞിട്ട് കേരളം ഉണ്ടാക്കിയെന്ന് പറയില്ല. കേരളം ഉണ്ടാക്കിയ ഏത് വർഷമാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനുമ്പ് കേരളമൊന്നും ഇല്ലല്ലോ, മലബാറും കൊച്ചിയും ഇതൊക്കെയാണ്. അപ്പൊ അത് മിത്തുകളുടെ ഒരു ഇതാണ്. ആ മിത്തായിട്ട് തന്നെ ഇരിക്കട്ടെ. വിഷുവും ഓണവും ഒക്കെ കാർഷികോത്സവമാണ്. വിഷുവും കൃഷ്ണനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെങ്കിൽ കാരണം ഈ കാർഷിക കൃഷ്ണനും അത് ഈ ആഘോഷങ്ങളിൽ എല്ലാ വർഷാവർഷങ്ങളിലും കൂട്ടിച്ചേർക്കലും കൊഴിഞ്ഞു പോകുന്നുണ്ടാവും. പിന്നെ ഈ കണി കാണിക്കുന്നതും അതിന്റെ വെക്കുന്ന സാധനങ്ങളും പിന്നെ ഏതെല്ലാം തരത്തിൽ അതിനകത്ത് പുതിയ പുതിയ വേർഷനുകളൊക്കെ ചെയ്തു. കൃഷ്ണൻ അതിനകത്ത് വെക്കുന്നതിൽ പറ്റുന്നില്ല. കാരണം കൃഷ്ണൻ ഒരു കർഷകനാണ്. കാലിയെ വെച്ച് കിടക്കുന്ന കൃഷ്ണൻ ഏറ്റവും നല്ല ഒരു ഉത്തമ ഉദാഹരണമാണ് കൃഷ്ണനൊക്കെ. വേറെ ഏത് ദൈവത്തിനെ കാണുകയും കൃഷ്ണൻ കർഷകനാണ്. കൃഷ്ണൻ ഒരു പിന്നോക്ക സമുദായക്കാരനാണ്. അപ്പൊ കൃഷിയുമായിട്ട് പിന്നോക്ക സമുദായത്തിന് വലിയൊരു ബന്ധമുണ്ട്. അപ്പൊ കർഷകന്റെ ഒപ്പം കൃഷ്ണൻ നിൽക്കുന്നത് വിളവ് ഉൽപ്പാദിപ്പിക്കാനുള്ള പിന്നെ അതിന്റെ സാധ്യത സംതൃപ്തി കൂട്ടുകയുള്ളൂ. കൃഷ്ണനെ നോക്കാം, നമുക്കൊരു ശല്യമില്ലല്ലോ. കൃഷ്ണനായിട്ട് ഓക്കെ. ഇനി നമുക്ക് ഓണത്തിന്റെ വിഷയം നമുക്ക് ഓണത്തിന് പറയാം. അപ്പച്ചിക്ക് എന്തെങ്കിലും സംശയം? എനിക്ക് തോന്നുന്നത് കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട സംഭവം അറിയാം. ഒരു കഥയുണ്ട്. അതായത് ഏത് ക്ഷേത്രത്തിലും എനിക്ക് ഓർമ്മയില്ല. ഒരു പാവപ്പെട്ട ഒരു പയ്യൻ ഈ കൃഷ്ണ വിഗ്രഹത്തിൽ നിന്ന് ഈ അരഞ്ഞാണം മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് അവനെ കുറ്റം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അമ്പലത്തിന് പുറത്താക്കി കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം നോക്കുമ്പോഴേ ഈ അരഞ്ഞാണം ഒരു മരത്തിന് മുകളിൽ തൂക്കിക്കൊടുത്തു. ഈ അരഞ്ഞാണമാണ് പിന്നീട് കണിക്കൊന്നകളായിട്ട് എല്ലാരും കുട്ടിയെ തെറ്റിദ്ധിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാരും മരത്തിന്റെ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് അത് മുഴുവൻ കണിക്കൊന്നകളായിട്ട് പൂത്ത് കിടക്കുന്നു. അല്ല, ഇത് ഈ മിത്തുകളും നമ്മുടെ വിശ്വാസങ്ങളൊക്കെ നമുക്ക് ഏതിന്റെ ഒപ്പം കൂട്ടിച്ചേർക്കാവുന്നതൊക്കെയാണ്. അത് അതിന്റെ താല്പര്യത്തോടു കൂടി ആകുന്നത് കേട്ടോ. നമുക്ക് നിഷേധിക്കണ്ട. മിത്തുകളായിട്ടും ചരിത്രമായിട്ടും വാസ്തവത്തെ കാർഷികോത്സവം എന്ന വാസ്തവമായിട്ട് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ പച്ചക്കറി മലബാറുകാർക്ക് നിങ്ങൾ പച്ചക്കറി മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ വിഷുവിന് ഇറച്ചിയില്ലാത്ത വിഷുവില്ല. കാരണം അന്ന് സമൃദ്ധിയുടെ ദിവസം കൂടിയാണ്. അപ്പം ഒന്നുകിൽ പിന്നെ കോഴിയിറച്ചി, അന്നത്തെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ കോഴിയിറച്ചി എന്ന് പറയുന്നത് ഒരു പിന്നെ എന്താണ് ആർഭാടത്തിന്റെ ഒരു സൂപ്പർ ലക്ഷറി, പിന്നെ ലക്ഷറിയുടെ ഒരു ഭാഗമാണ്.
അപ്പൊ ഇപ്പൊ കുറച്ചും കൂടെ ആകുമ്പോഴത്തേന് അതിനകത്ത് പിന്നെ ആട്ടിറച്ചി വന്നു. തലശ്ശേരിക്കാർ ഇപ്പൊ ഇന്നത്തെ തിരക്ക് എന്ന് പറഞ്ഞത് മീൻകടയിലും ഇറച്ചിക്കടയിലൊക്കെയാണ് ഇന്ന് തിരക്കുണ്ടാവുക. അപ്പൊ ഇറച്ചി മലബാറുകാരുടെ വിഷു ഉത്സവത്തിന് ഇറച്ചി നിർബന്ധമാണ്. ഇറച്ചിയില്ലാത്ത വിഷു ഉണ്ടാവില്ല. വ്യത്യസ്തമാണ് നമ്മുടെ ആഘോഷങ്ങൾ. അപ്പോൾ വിഷു എല്ലാവർക്കും വിഷു ആശംസകളുണ്ട്.